എന്നാണിത് ഇപ്പൊ ഇൻസ്റ്റ ഏറ്റ് തോണിനെ പറ്റിയാണല്ലോ. അതിനല്ലേ പറയുന്നത് ഇയാളെ ഇപ്പോ ആൾക്കാർ ക്യാപ്റ്റൻ നീയല്ല ശ്രീലങ്കൻ ടീം എന്ന് കേട്ടിട്ടുണ്ടാ? 2 കളി തികച്ചയിക്കാൻ പറ്റാത്ത ഇപ്പോഴത്തെ ശ്രീലങ്കൻ ടീമല്ല, ജയസൂര്യൻ ജയവർദ്ധനയും സംഘക്കാരിലുള്ള പണ്ടത്തെ പ്രൈം ലങ്കൻ ടീം. പണ്ടവർ ഇന്ത്യയിൽ ഒരു ODI സീരീസ് കളിക്കാൻ വന്നു. പണ്ടത്തെ 2 കളി ഇന്ത്യ ജയിച്ച് 3ാമത്തെ കളിയിൽ സംഘക്കാരൻ 138 റണ്ണെടുത്ത്. സെക്കൻഡ് ബാറ്റിംഗിൽ സച്ചിന് ഫസ്റ്റ് പോയപാട് ഇന്ത്യ തോക്കൂന്ന് എല്ലാരും വിചാരിച്ചു. പക്ഷെ ഇന്ത്യൻ ടീമിൽ ഒരു ചെക്കനാണ് 183 റണ്ണെടുത്ത്. ഇന്ത്യ ജയിച്ചത് 46ാമത്തെ ഓവറിൽ 6 വിക്കറ്റ് ബാക്കിയുള്ളതാണ്. സംഭവിച്ചെന്നതൊന്നും BCCIക്കാർക്ക് മനസ്സിലായില്ല, പക്ഷെ ദ്രാവിഡിനും സച്ചിനും മനസ്സിലായി. 2007 ODI വേൾഡ് കപ്പ് തോറ്റിട്ട് വന്ന ദ്രാവിഡ് ഒരു നീളമുടിയുള്ള 24 വയസ്സുകാരൻ ചെക്കന BCCIന്റെ മുമ്പ് കൊണ്ടു നിർത്തി. ഇനി ഇന്ത്യ എവിടെ കളിക്കാൻ പോകുമ്പോൾ ക്യാപ്റ്റനായിട്ട് നീയും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് 2007 T20 വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ പിള്ളേരെ ഈ ചെക്കനെയും കൂടി പറഞ്ഞേച്ച് സച്ചിനും ദ്രാവിഡും. അന്നത്തെ ആ ചെക്കന്റെ പേരാണ് മഹേന്ദ്ര സിംഗ് ധോനി. ആ വേൾഡ് കപ്പിൽ പാകിസ്ഥാനെ തോപ്പിച്ച് കപ്പും കൊണ്ട് വന്നേരം ക്യാപ്റ്റൻ കോളെന്നൊരു വിളിപ്പേരും കിട്ടി. എന്നിട്ട് ലാസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് മാറുമ്പോഴേക്കില്ലേ ഇന്ത്യക്ക് ICCന്റെ എല്ലാ മേജർ ട്രോഫി ഇയാൾ എടുത്തു കൊടുത്തു. അതുകൊണ്ടാണ് ഇയാൾ ഇപ്പോൾ ഇന്ത്യക്കാരെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായ?